ക്ലാസ് എടുക്കാൻ പോകുന്നത് പ്രസൻസ് ആൻഡ് സർക്കിൾ ജനറേറ്റിംഗ് അൽഗോരിതത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ പ്രസൻസ് ആൻഡ് സർക്കിൾ ജനറേറ്റിംഗ് അൽഗോരിതം നമുക്ക് സ്കാൻ കൺവേർഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സിമെട്രിക് പ്രോപ്പർട്ടി ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ സിമെട്രിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതായത് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ പറഞ്ഞാൽ ഒരു സർക്കിൾ ഉണ്ടാവും. ഈ സർക്കിളിന് നമുക്ക് 360 ഡിഗ്രി, ഒരു സർക്കിളാണ് വട്ടം പറഞ്ഞാൽ 360 ഡിഗ്രി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 360 ഡിഗ്രീനെ നമുക്ക് സർക്കിളിൽ നമുക്ക് 8 പാർട്ടാക്കണം. 8 പാർട്ടാക്കിക്കണം. അപ്പോൾ ഇതിൽ ഓരോ പാർട്ടും എത്ര ചെയ്യാറ് 45 ഡിഗ്രി ഉണ്ടാവുക, 45 ഡിഗ്രി. പിന്നെ ഇതിൽ 45 ഡിഗ്രിയിൽ 8 പോയിൻ്റ് ആക്കുക. അപ്പോൾ ഈ ഇതിൽ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിൽ ഫസ്റ്റ് ഒരു പിക്സലിലാണ് ഫസ്റ്റ് ഒക്റ്റിൽ പിക്സൽ, അതായത് നമ്മൾ ഒരു 45 ഡിഗ്രിയിലെ പിക്സലിന് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ എന്താക്കും, ഈ സിമെട്രിക് പ്രോപ്പർട്ടി നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഒരു സിമെട്രിക് പ്രോപ്പർട്ടി വെച്ച് കാണാനാണ് ബാക്കിയുള്ള എല്ലാ സിമെട്രിക് പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഇമേജ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ഇമേജ്. ഇത് പറഞ്ഞാൽ ഇവിടെ ഒരു വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഇത് സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ നമ്മളിപ്പോൾ 4 ആയി ഡിവൈഡ് ചെയ്തു. ഈ ഒരു പാറ്റേൺ Q1, Q2, Q3, Q4. ഈ Q1ലാണ് എക്സ് വാല്യൂ വൈ വാല്യൂ പോസിറ്റീവാണ്. എക്സ് വാല്യൂ വൈ വാല്യൂ പോസിറ്റീവ്. പിന്നെ ഇതിലെത്തുമ്പോൾ എക്സ് വാല്യൂ നെഗറ്റീവും വൈ വാല്യൂ പോസിറ്റീവും. ഇവിടെ എക്സ് വാല്യൂ വൈ വാല്യൂ നെഗറ്റീവാണ് Q3ക്ക്. Q4 എക്സ് വാല്യൂ പോസിറ്റീവും വൈ വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ അതുതന്നെയാണ് ഈ ഒരു ഇമേജിലുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞാൽ എക്സും വൈയും ഈക്വലി കാരം, അതായത് ഈ ഇമേജിൽ എക്സും വൈ ഈക്വലി കാരം. X1 X2 X3 X4 ഇല്ല നമ്മൾ നടത്തത് സംഭവം ഇതാണ്. ഇനിയിപ്പോൾ ഈ പ്രസൻസ് ആൻഡ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ സ്റ്റാർട്ട് വരുന്നതാണ് 0 ആൻഡ് 6, അതായത് എക്സ് ഇല്ലാത്ത 0, അത് X0 ആൻഡ് വൈ 6. അപ്പോൾ ഈ ഒരു ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ പറയുമ്പോൾ X0 വൈ 6 ഈ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് മുതൽ നമ്മൾ എക്സും വൈ ഈക്വൽ ആവേണ്ട സ്ഥലം ഇവിടെ കാരണം എക്സ് ഈക്വൽ ടു വൈ. അപ്പോൾ ഇവിടെ എത്രയാണ് ഈ ഒരു 45 ഡിഗ്രി കാരണം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഇതിൽ പറയേണ്ടത് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് പാരാമീറ്റർ കാണാൻ വേണ്ടി നമ്മൾ P ഈക്വൽ ടു 3 - 2R ഈ ഒരു ഇക്വേഷൻ ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു P കിട്ടും. ഈ P 0യേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ പുതിയ ന്യൂ പാരാമീറ്റർ കാണാൻ വേണ്ടി P ഈക്വൽ ടു P + 4 × X + 6 ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പിന്നെ ഇതിൽ നമുക്ക് എക്സ് കാണാൻ വേണ്ടി ന്യൂ എക്സ് കാണാൻ വേണ്ടി X ഈക്വൽ ടു X + 1, എക്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. വൈ ഈക്വൽ ടു വൈ, ഇത് വൈ തന്നെയാണ്, വൈ മാറ്റില്ല. ഇനി അഥവാ നമ്മളിവിടെ ഈ ഒരു ഇക്വേഷൻ P ഈക്വൽ ടു 3 - 2R എന്ന ഇക്വേഷൻ വെച്ച് കണ്ട് ചെയ്യുമ്പോൾ നമുക്ക് P 0യേക്കാൾ വലുതോ അല്ലെങ്കിൽ 0 ഈക്വലോ ആയി കിട്ടുകയാണെങ്കിൽ നമ്മൾ പുതിയൊരു P കാണാൻ വേണ്ടി P ഈക്വൽ ടു P + 4 × X - Y, ഇതിനു മുമ്പ് കിട്ടിയ എക്സും വൈ ഉണ്ടല്ലോ, ആ X - Y + 10 ചെയ്യുമ്പോൾ നമുക്ക് P കിട്ടും. പിന്നെ അവിടെ എക്സ് കാണാൻ വേണ്ടി X ഈക്വൽ ടു X + 1. പിന്നെ ഇവിടെ വൈ കാണാൻ വേണ്ടി വൈ ഈക്വൽ ടു വൈ - 1. അപ്പോൾ ഇത്രയും കാൽക്കുലേഷനുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും, ഈ പ്രസൻസ് ആൻഡ് സർക്കിൾ അൽഗോരിതത്തിൽ അത് അതിൻ്റെ ആൻസർ കിട്ടും. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് XC YC R, പിന്നെ സ്റ്റെപ്പ് 2 സെറ്റ് X ഈക്വൽ ടു 0 Y ഈക്വൽ ടു R, പിന്നെ നമ്മുടെ ഇക്വേഷൻ പാരാമീറ്റർ കാണാൻ ഇക്വേഷനാണ് ഈ ഇക്വേഷൻ.